ഈ ഒറ്റ കൈയുള്ള ഒരാളാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, പിന്നീട് ശബ്ദം കേൾക്കാതിരിക്കാൻ വെളിച്ചെണ്ണ തേച്ചു എന്ന് പറയുകയാണ്. ഇതൊക്കെ ശ്രീ സക്കറിയ ജോർജ്, ഇതൊക്കെ എത്രത്തോളം വിശ്വസനീയമാണ്? ഇയാൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ. പ്രത്യേകിച്ച് ഇത്രയും അതീവ സുരക്ഷ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെറും പേരിൽ മാത്രമാണോ ഈ അതീവ സുരക്ഷ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇടമാണോ ജയിൽ? ജയിലില് തീർച്ചയായിട്ടും സമ്പത്ത് വലിയൊരു കാര്യമാണ്. കാശുള്ളവർക്ക് അവരുടെ ആൾക്കാരൊക്കെ കേസിൽ പെടുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് സമ്പത്ത് ഒരു ഫാക്ടറാണ്. അതിൻ്റെ കൂട്ടത്തിൽ അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനൊക്കെ ഒത്തിരി ഫ്രീഡം കിട്ടുന്നുള്ള കാര്യം നമുക്കറിയാം. അവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, പുറത്ത് ഗോൾഡ് സ്മഗ്ലിംഗ്, പിന്നെ റാക്കറ്റേഴ്സിനെ വിളിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ഇതെല്ലാം നമ്മുടെ ടി വിയിൽ നിങ്ങളെല്ലാവരും ഇടയ്ക്കെല്ലാം കാണിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അല്ല, അപ്പം ഈ ഇതെല്ലാം ഈ കഴിയുമ്പം മെയിൽ തന്നെ ഇവിടെ നിന്ന് ഫോൺ പിടിച്ചു എന്ന വാർത്ത നമ്മൾ നൽകിയതാണ്. ഇതേ ജയിലിൽ നിന്ന് തന്നെ സ്മാർട്ട് ഫോൺ ഉൾപ്പെടെ പിടികൂടി, ഒളിപ്പിച്ച നിലയിൽ പിടികൂടിയെന്ന്. മറ്റൊന്ന്, ഈ ജയിലിൽ 2019 തോന്നുന്നു ഋഷിരാജ് സിംഗിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വലിയ പരിശോധന നടന്നതാണ്. യതീഷ് ചന്ദ്രയൊക്കെ അന്ന് അതിനെത്തിയിരുന്നു. ആ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. കഞ്ചാവും ഫോണും അതുപോലെ പല കാര്യങ്ങളും ഇവിടെ നിന്ന് പിടികൂടി എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വന്നതാണ്. അപ്പോൾ ഇവിടെ മാത്രമല്ല, നമുക്കറിയാലോ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്. വലിയ വിവാദമായി മാറിയ കാര്യങ്ങളുണ്ട്. ഇതൊരു സുഖവാസ കേന്ദ്രമായി മാറിയിട്ടുണ്ടോ ജയിലുകൾ എന്ന ചോദ്യം അത് നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് മുഖ്യമന്ത്രി മറുപടി നൽകിയതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇത് ആവർത്തിച്ചു വരികയാണല്ലോ ശ്രീ സക്കറിയ ജോർജ്. എൻ്റെ സംശയം അതല്ല, ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരു ജയിലിൽ? നമുക്കറിയില്ല അതിനുള്ളിൽ എന്തൊക്കെയാണെന്ന്. ഇപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് അത് ശബ്ദം കേൾക്കാതിരിക്കാൻ ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാം. ഒറ്റ കൈയുള്ള ഒരാളാണ് അയാൾ, ഇരുമ്പ് കമ്പി മുറിച്ചുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ തുണി വെച്ച് മറച്ചു വെക്കാൻ പറ്റുന്നു. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ? ഞാൻ അനുജ, ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കണം. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തരണം. പറയൂ. ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു സമ്പന്നതയാണ്, പൊളിറ്റിക്കൽ ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സമ്പന്നതയുടെ പറയുമ്പോൾ ബോബി ചെമ്മണ്ണൂർ ജയിലിലായിരുന്ന സമയത്ത് കാക്കനാട് നമ്മൾ കണ്ടു DIG അജയ്കുമാർ അവിടെ ചെല്ലുന്നു. അത് അയാൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് താഴെയുള്ളവരൊക്കെ ഡീമോറലൈസ്ഡ് ആകുന്നു. അത് കഴിഞ്ഞിട്ട് വിവാദമായ നടി കേസിനകത്ത് നടന് കട്ടിൽ കൊടുക്കാൻ വേണ്ടി അന്നത്തെ ജയിലിൻ്റെ DGP, കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP ആണെന്ന് അഭിമാനിക്കുന്ന വ്യക്തിയാണ് അവിടെ ചെന്നിട്ട് കട്ടിലിട്ട് കൊടുക്കുന്നത്. അതിന് ഇരയായതാരാണ്? ഒരു വനിതയാണ്. അപ്പോൾ വനിത ഉൾപ്പെടുന്ന പ്രശ്നത്തിൽ പോലും അവരുടെ താല്പര്യങ്ങൾ, അവരുടെ പിന്നെ സ്പെഷ്യൽ ഇൻട്രസ്റ്റും ഒക്കെയാണ് ഇവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പം ഈ മേളിലുള്ളവർ താഴെയുള്ളവരെ മൊറയിൽ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഈ സിസ്റ്റത്തെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് പകരം അവർ വന്നിട്ട് ഡീമോറലൈസ് ചെയ്യുമ്പം ജയിലിൽ നിൽക്കുന്നവരൊക്കെ പോകും. പിന്നെ ചിലരൊക്കെ ഇവരുമായിട്ട് സംഘടനത്തിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. അപ്പം ചിലപ്പം CJM-ഉം അല്ലെ ജില്ലാ ജഡ്ജും ഒക്കെ വന്ന് ഇവർ പരാതി പറയുമ്പം അവരെ മാത്രമേ ഉള്ളൂ, ഇവരെ കൺട്രോൾ ചെയ്യുന്ന യഥാർത്ഥ റിയൽ ടൈം ഇവരുടെ ഡിഫിക്കൽറ്റീസ് അവർ മനസ്സിലാക്കുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അദ്ദേഹം ഇവിടെ നേരത്തെ മാധ്യമരംഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം US-ലാണ് കറക്ഷൻ സർവീസിൽ വർക്ക് ചെയ്യുന്നു. അപ്പം ഞാൻ ഇടയ്ക്ക് സംസാരിച്ചും പറഞ്ഞു, മെക്സിക്കോയിൽ നിന്നൊക്കെ നീഗ്രോസും ഒക്കെ പ്രതികൾ അവിടെ വരുമ്പം അവർ വയലൻ്റ് ആകുന്നുണ്ട്. ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു. അവർക്ക് പെപ്പർ സ്പ്രേ കൊടുത്തിട്ടുണ്ട്, മൂക്കിലും വായിലും കണ്ണിലും എല്ലാം അടിച്ചു കൊടുക്കും. അടുത്ത ഇലക്ട്രിക് ഷോക്ക് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും ജയിൽ സ്റ്റാഫിൻ്റെ മേളിൽ അതോറിറ്റി എക്സേർട്ട് ചെയ്യാൻ, അത് ഫിസിക്കലാകട്ടെ അതർവൈസ് ആകട്ടെ, അത് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. അപ്പോഴേ അവനെ ഡിഫ്യൂസ് ചെയ്യും, അവനിലെ ക്രിമിനാലിറ്റിയെ അടിച്ചമർത്തും. അങ്ങനെ എന്തുകൊണ്ട് നമുക്ക് കൂടാ? നമ്മുടെ മന്ത്രിമാരും നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ വിദേശത്ത് പോകുന്നുണ്ടല്ലോ. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പിന്നെ UK പോയി. UK-യിലെ പ്രിസൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി ആണ്. നമ്മുടെ കെയർ സ്റ്റാമറെ അദ്ദേഹം കണ്ടു. അവിടെയാണ് ചിപ്പ് വെക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഈ ട്രാൻസ്ഡെർമൽ ചിപ്പ് വെക്കണം, ഇവൻ്റെ മൂവ്മെന്റ് നോക്കണം. ഇവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ടൈഗർ സാങ്ച്വറിയിലും അതുപോലെ സഫാരി ലയൺ പാർക്കിലും ഒക്കെ ചിപ്പ് വെച്ചാണ് വിടുന്നത്. ഒരു ചിപ്പ് വെക്കട്ടെ. എന്തായാലും ഇവർ പാവങ്ങളായതുകൊണ്ട് വന്നതല്ലല്ലോ, ഹീനസ് ക്രൈം കാണിച്ചു വന്നവരാണ്. ഹീനസ് ക്രൈം കാണിച്ചു വരുന്നവരോട് നമ്മൾ വലിയ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ കാണിക്കണ്ട. കാര്യം ലോ അബൈഡിങ് സിറ്റിസന്റെ പിന്നെ അവരുടെ അവകാശം കുറ്റവാളികളുടെ മേളിലാണ്. അല്ലാതെ അവരുടെ സുഖസൗകര്യങ്ങൾ പാവപ്പെട്ട മനുഷ്യന്റെ പിന്നെ മേളിൽ പിന്നെ അവർക്ക് അധികാരം കൊടുക്കാൻ വേണ്ടി ചെയ്യാൻ പാടില്ല. മാത്രമല്ല, ഇപ്പോൾ ജയിൽ ചട്ടങ്ങളുടെ തന്നെ ലംഘനം ഇവിടെ നടന്നിട്ടുണ്ട് പല കാര്യങ്ങളിലും എന്നതുകൂടി വ്യക്തമാകുമ്പോൾ ഒട്ടേറെ ചോദ്യങ്ങൾ അവിടെ നിൽക്കുകയാണ്.